മൈ ഡിയർ സ്റ്റുഡൻസ്, ഡോക്ടർ ജെയിംസ് ടൈലർ കെൻ രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മീഡിയ എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കെവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 350-ാമത്തെ എപ്പിസോഡാണിത്. ഈ എപ്പിസോഡിൽ ബാറ്റ കാർബോണിക്ക എന്ന അധ്യായത്തിൻ്റെ 4-ാം ഭാഗമാണ് നമ്മൾ പരിഗണിക്കുന്നത്. പർട്ടിക്കുലർ സിംറ്റംസാണ് ഇവിടെ പറയുന്നതെങ്കിലും ഹോമിയോപ്പതി പ്രാക്ടീസുമായിട്ടും അല്ലെങ്കിൽ ഹോമിയോപ്പതിയുടെ പ്രിൻസിപ്പിൾസുമായിട്ടും ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട പ്രായോഗിക സമീപനത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച്, സർജൻ്റെ സേവനം തേടേണ്ട സന്ദർഭത്തെക്കുറിച്ച്, താത്വികമായിട്ട് നോക്കിയാൽ അത് ഒരു തെറ്റാണ് എന്ന് നമുക്ക് പറയാം എങ്കിൽ പോലും പ്രായോഗിക തലത്തിൽ, വിശേഷിച്ചും ഇന്നത്തെ തൊഴിൽ സാഹചര്യങ്ങളോട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഹോമിയോപ്പതി നേരിടുന്ന ഒരു വെല്ലുവിളിയെക്കുറിച്ചുള്ള ഒരു പ്രധാന സൂചനയും എൻ്റെ ഇവിടെ തരുന്നുണ്ട്. അപ്പം അതിനെങ്ങനെ നേരിടാം എന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണത്. വിശേഷിച്ച് ഗ്രന്ഥികളിൽ, ടോൺസിൽസ്, വായിലും മറ്റുമൊക്കെ ഉള്ള തൊണ്ടയിലൊക്കെ ഉള്ള മറ്റ് ഗ്രന്ഥികളിലുണ്ടാകുന്ന വീക്കമായിട്ട് പറയുമ്പോഴാണ് കണ്ടത് പറയുന്നുണ്ട്. അതുപോലെ കണ്ണിൻ്റെ പ്രശ്നങ്ങൾ പറയുന്നുണ്ട്, കാഴ്ചയുടെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ആ ഒരു പ്രായോഗിക തലത്തിൽ വളരെയധികം ശ്രദ്ധയർഹിക്കുന്ന ഒരു അധ്യായമാണ്. കൂടാതെ കുറേ താരതമ്യങ്ങളും കാർബോവിജ്, കാർബോ അനിമാലിസ്, നാട്രമ്യൂർ, ബാറ്റയുടെ മറ്റ് കോമ്പൗണ്ട്സ്, അതേക്കുറിച്ചൊക്കെ താരതമ്യങ്ങളും വരുന്നുണ്ട്. നമുക്കത് ശ്രദ്ധാപൂർവം നമുക്ക് ശ്രവിക്കാം. ഇറ്റ് ഈസ് ഫുൾ ഓഫ് ഐ സിംറ്റംസ്. കൊട്ടേഷനാണ്: ഗ്രാനുലർ ലിഡ്സ്, തിക്കനിങ് ഓഫ് ദ ഐലിഡ്സ്, തിക്കനിങ് ഓഫ് ഓൾ ദ മെംബ്രെയിൻസ് ആൻഡ് ടിഷ്യൂസ് അബൌട്ട് ദ ഐസ്, ഒപ്പാസിറ്റി ഓഫ് ദ കോർണിയ. ഇത്രയും കൊട്ടേഷനാണ്. നേത്രപടലങ്ങൾ, പലതരം പടലങ്ങളിലൊക്കെ പ്രകാശം കടന്നു പോകുന്നതിന് തടസ്സമായ തരത്തിലുള്ള അന്യപദാർത്ഥങ്ങളൊക്കെ വന്നടിഞ്ഞിട്ട് ഒരു അർദ്ധധാരിയ അവസ്ഥ, ചിലപ്പോൾ അധാരിയ അവസ്ഥ, ട്രാൻസ്പെറൻസി കുറയുന്നതോ ഇല്ലാതാകുന്നൊരവസ്ഥ ഉണ്ടാകുന്നു. എല്ലാ കണ്ണിൻ്റെ എല്ലാ പടലങ്ങളിലും അത് വരുന്നുണ്ട്. കൺപോളകളിൽ പൊറ്റ പിടിച്ച് ഇരിക്കുന്നൊരവസ്ഥ, കൺപോളകൾ കട്ടി വരുന്നൊരവസ്ഥ, അങ്ങനത്തെ ഒരു സ്ഥിതി. ഇൻഫിൽട്രേഷൻ ഓഫ് വേരിയസ് കവറിങ്സ്, അതാണ് പറയുന്നത്. കണ്ണിൻ്റെ വ്യത്യസ്ത അടരുകളിലൊക്കെ ഈ പദാർത്ഥങ്ങളൊക്കെ വന്നടിഞ്ഞുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നമ്മൾ തിമിരം എന്നൊക്കെ പറയുന്ന അവസ്ഥയും അതിനനുബന്ധമായ അവസ്ഥകളും. ഇനി അത് കൃത്യമായിട്ട് കേട്ട് പറയുന്നുണ്ട്, വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. ഇത് സ്ക്യൂവേർഡ് കാറ്ററാക്ട്, തിമിരത്തെ ഇത് സുഖപ്പെടുത്തിയിട്ടുണ്ട്. ഇറ്റ് ഹാസ് ക്യൂർഡ് വേരിയസ് കൈൻഡ്സ് ഓഫ് ഡിം സൈറ്റ്നെസ്, കാഴ്ചമങ്ങലിൻ്റെ വ്യത്യസ്ത ഭാവങ്ങൾ, വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന പലതരം കാഴ്ചമങ്ങലുകളെയും തിമിരത്തെയും ബാറ്റ കാർബോണിക്ക സുഖപ്പെടുത്തിയിട്ടുണ്ട്. ബട്ട് എസ്പെഷ്യലി ഇൻ ദോസ് ദാറ്റ് ഹാവ് എ ഹേസി കോർണിയ, വിശേഷിച്ചും വരുന്നത് കോർണിയയിൽ വെളുത്ത പാടുപോലെ, മേഘപടലം പോലെ എന്തൊക്കെ വന്ന് അടിഞ്ഞിട്ട്, അതിൻ്റെ ജീവശാസ്ത്രം നിങ്ങൾക്കറിയാം, അങ്ങനെ വരുന്നത്. അതാണ് സവിശേഷമായിട്ടും ബാറ്റ കാർബോണിക്കയുടെ ആ ഒരു സൗഖ്യപ്പെടുന്ന മണ്ഡലത്തിൽ വരുന്നത്. എ സ്ലൈറ്റ് ഒപ്പേസിറ്റി ഓഫ് ദ കോർണിയ, കോർണിയയിൽ നേരിയ ഒരു തടസ്സം, പ്രകാശം കടന്നു പോകാൻ നേരിയ ഒപ്പാസിറ്റി, അത് ബാറ്റ അയോഡേറ്റുമായിട്ട് അതിന് സാദൃശ്യം പറയുന്നുണ്ട്. സോ ദാറ്റ് തിങ്സ് ലുക്ക് ഹേസി. അങ്ങനെ വരുമ്പോഴേക്കും ഒരു മൂടുപടലത്തിൽ എന്ന പോലെ കാണാൻ സാധിക്കുകയുള്ളൂ, ഒരു പുക പിടിച്ച ചില്ലിലൂടെ നമ്മൾ നോക്കുമ്പോൾ തോന്നുന്ന പോലെ. ഈ കൊട്ടേഷനാണ്: ലുക്കിംഗ് ആസ് ത്രൂ എ ഫോഗ് ഓർ ത്രൂ സ്മോക്ക്, പുകയിലൂടെയോ മൂടൽമഞ്ഞിലൂടെ നോക്കുന്ന പോലെ പറഞ്ഞിരിക്കുന്ന. ഇനി അൾസറേഷൻ ഓഫ് ദ കോർണിയ, കോർണിയയിലും വ്രണങ്ങളും ഉണ്ടാകാം. ലിറ്റിൽ വൈറ്റ് സ്പോട്ട്സ്, കൊച്ചു വെളുത്ത പൊട്ടുകൾ കോർണിയയിൽ വരുന്നു. കോസിങ് ഡിഫക്റ്റീവ്, അങ്ങനെ വരുമ്പോഴേക്കും കാഴ്ച ശരിയായി കിട്ടുന്നില്ല, ഡിഫക്റ്റീവ് വിഷൻ വരും, കാഴ്ച ശരിയാവുന്നില്ല. പിന്നെ കൊട്ടേഷൻ: ലിഡ്സ് അഗ്ലൂട്ടിനേറ്റഡ് ഇൻ ദ മോർണിംഗ്, രാവിലെ ഉറങ്ങുന്നേക്കുമ്പോൾ കണ്ണുകളൊക്കെ ഇങ്ങനെ പീള വന്ന് അടിഞ്ഞ് ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. ഇത് സ്റ്റൈസ്, കണ്ണിൽ കുരു വരുന്നു. വീണ്ടും കൊട്ടേഷൻ: എ സെൻസേഷൻ ഓഫ് വെയിറ്റ് ഇൻ ദ അപ്പർ ലിഡ്സ്, കണ്ണിൻ്റെ മേലിലെ പോളകളിൽ ഭാരം, അതൊരു പ്രവർക്ക് തോന്നിയതാകാം, അല്ലെങ്കിൽ പേഷ്യൻ്റെ അനുഭവം എന്ന് പറയുന്നതാകാം. എ സെൻസേഷൻ ഓഫ് വെയിറ്റ് ഇൻ ദ ബ്രോ വിത്ത് ഹെഡ് ഏക്സ് ആസ് ഇഫ് ദ ഫോർഹെഡ് വാസ് പ്രസിംഗ് ഡൗൺ ഓവർ ദ ഐസ്. വളരെ കൃത്യമായിട്ടുള്ള, വളരെ സവിശേഷമായ ഒരു അനുഭവം. കണ്ണിൻ്റെ പുരികത്തിൽ ഭാരം, എന്നിട്ട്
തലവേദനയുണ്ട്. എങ്ങനെയാണ്? നെറ്റി താഴേക്ക്, നെറ്റി മൊത്തം, നെറ്റിത്തടം അതേപടി താഴേക്ക്, അതിൻ്റെ അതിർത്തിയിലാണല്ലോ കൺപുരികം വരുന്നത്, താഴേക്ക് കണ്ണിൻ്റെ മേലേക്ക് ഭാരം ചെലുത്തുന്നു. നെറ്റിയുടെ ഭാരം കണ്ണിൽ അനുഭവപ്പെടുന്നു. ഇനി അതിന് 3 ഔഷധങ്ങളുമായിട്ട് സാദൃശ്യം പറയുന്നുണ്ട്. കാർബോവെജിസ്, കാർബോ അനിമാലിസ്, നാട്രമ്യൂർ. ഈ 3 ഔഷധങ്ങൾക്കും ഇതേ സെൻസേഷൻ ഉണ്ട്. The patient will often grasp a whole forehead with the hands and say, I feel as if the forehead was pressing down over the eyes. പേഷ്യൻ്റ് അങ്ങനെ പറയും, കൈ കൊണ്ട് നെറ്റിയിൽ ഇങ്ങനെ അമർത്തി പിടിച്ചിട്ട് നെറ്റി എൻ്റെ കണ്ണിൻ്റെ മേലേക്ക് ഇങ്ങനെ ഇടിഞ്ഞു വരുന്നു, സമ്മർദ്ദം ചെലുത്തുന്നു. ഇനി കാതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. ഇറ്റ് മെനി നോയ്സസ് ഇൻ ദ ഇയേഴ്സ്. ചെവിയിൽ പലതരം ശബ്ദങ്ങൾ, ബട്ട് എസ്പെഷ്യലി ക്രാക്കിംഗ് ആൻഡ് ഫ്ലാപ്പിംഗ് വെൻ ബ്രീത്തിങ്. ശ്വാസം കഴിക്കുമ്പോൾ, ശ്വാസോച്ഛ്വാസം നടത്തുമ്പോൾ കാതിൽ എന്തോ പൊട്ടുന്നത് പോലെ, എന്തോ ഇങ്ങനെ വീശുന്ന പോലെ, ആടുന്ന പോലെയൊക്കെ. സ്വോളോവിങ് ആൻഡ് ച്യൂവിങ്, അത് വിഴുങ്ങുമ്പോൾ, ആഹാരം വിഴുങ്ങുമ്പോഴുണ്ട്, ചവക്കുമ്പോഴുമുണ്ട്. ബെറ്റർ വൈൽ ലൈ, കിടക്കാൻ നേരത്ത് ഇതിന് ശമനം കിട്ടും. ഇറ്റ് അഫക്ട്സ് ദ റൈറ്റ് ഇയർ മോസ്റ്റ്. വലത് ചെവിയിലാണ് ഈ പ്രശ്നം കൂടുതലും കാണുന്നത്. ബാറ്റ കാർബോണിക്ക ബാധിക്കുന്നത് കൂടുതലും വലത് ചെവിയാണ്. റഷിംഗ് സൗണ്ട്സ് ഇൻ ദ ഇയേഴ്സ് വെൻ ബ്രീത്തിങ്. ശ്വാസം കഴിക്കുമ്പോഴാണ് പല പ്രശ്നങ്ങൾ. അവിടെ ചെവിയിലിങ്ങനെ എന്തോ ഇരച്ചു വരുന്ന പോലെ ശബ്ദം. പിന്നെ കൊട്ടേഷൻ, ഇറപ്ഷൻസ് അബൌട്ട് ദ ഇയേഴ്സ്, ഗ്ലാൻഡുലർ സ്വെല്ലിംഗ് ആൻഡ് ഇറപ്ഷൻസ് അബൌട്ട് ദ ഇയേഴ്സ്. ചെവിയിൽ പലതരം പരുക്കൾ വരുന്നു, അവിടെയുള്ള ഗ്രന്ഥികളിലൊക്കെ വീക്കം വരുന്നു. ഇൻഫ്ലമേഷൻ ഓഫ് ദ പരോട്ടിഡ് ഗ്ലാൻഡ്സ് വിത്ത് ഹാർഡ്നെസ്. ഈ ചെവിയുടെ സമീപത്ത് വരുന്ന പരോട്ടിഡ് ഗ്രന്ഥിയിൽ വീക്കവും കല്ലിപ്പും. ഫസ്റ്റ് ഇറ്റ് മേ ബി കോൾഡ് സ്വെല്ലിംഗ്. ആദ്യം തുടക്കത്തിൽ കാണുമ്പോൾ നമുക്കത് വെറുതെ വീക്കമാണെന്ന് തോന്നും. പക്ഷേ എന്താണ് അവസാനം എന്താ? ബട്ട് ഇറ്റ് ഈസ് ഫൈനലി എ പെർമനന്റ് എൻലാർജ്മെന്റ്. വെറുതെ ഒരു ഇന്ന് വന്ന് നാളെ പോകുന്ന, അല്ലെങ്കിൽ മരുന്ന് കഴിച്ച ദിവസം പോകുന്നതല്ലത്. സ്ഥിരമായിട്ട് സ്ഥായിയായിട്ട് നിൽക്കുന്ന ഒരു വീക്കമാണത്. അതിനോടൊപ്പം ഇൻഡ്യൂറേഷനുണ്ട്, കല്ലിക്കലുമുണ്ട്. ദാറ്റ് ഇറ്റ് മീൻസ് എ ഗ്രേറ്റ് ഗ്രോത്ത് സംടൈംസ്. ചില സമയത്ത് ഇതൊരു വല്ലാത്ത വളർച്ചയാണ്. ക്യാൻസറസ് എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുന്നത്, അല്ല ബിനൈനോ അങ്ങനെ തോന്നുന്ന തരത്തിൽ പല ആളുകളും നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ആളുകൾ കാണാറുണ്ട്. അതർ ഗ്ലാൻസ് അബൌട്ട് ദ നെക്ക് ആർ എഫക്റ്റഡ് ഇൻ അസോസിയേഷൻ വിത്ത് ദ ഇയർ ട്രബിൾസ്. അപ്പോൾ ചെവിയുടെ പ്രശ്നങ്ങൾ ബന്ധപ്പെട്ട് കഴുത്തിലുള്ള മറ്റ് ഗ്രന്ഥികളെയും ഇത് ബാധിക്കും. ഇന്ന ഗ്രന്ഥി എന്നില്ല, കഴുത്തിലും വായിലൊക്കെ ഉള്ള ഗ്രന്ഥികളൊക്കെ ഇത് ബാധിക്കുന്നുണ്ട്. നോട്ട്സ് ഓഫ് ലിംഫാറ്റിക് ഗ്ലാൻസ് ഡൗൺ ദ നെക്ക് അണ്ടർ ദി ഇയർ. ചെവിക്ക് കീഴേ കഴുത്തിലുള്ള ലിംഫ് ഗ്രന്ഥികൾ, ആ നൊഡ്യൂൾസ് പോലെ കാണുന്ന സാധനങ്ങളിലൊക്കെ ഇത് ബാധിച്ചിട്ട് വലുതാകുകയും വീങ്ങുകയും കല്ലിക്കുകയും ചെയ്യുന്നു. നോട്ട്സ് ഓഫ് ലിംഫാറ്റിക് ഗ്ലാൻസ് ഡൗൺ ദ നെക്ക് അണ്ടർ ദ ഇയർ. ഇതിൽ ബാരിറ്റ മ്യൂറിയാറ്റിക്കം, ട്യൂബർക്കുലീനം, ഇത് രണ്ടുമായിട്ടും സാദൃശ്യം പറയുന്നുണ്ട്. സംടൈംസ് ദ സബ്മാക്സിലറി ഗ്ലാൻഡ് ഈസ് എഫക്റ്റഡ്. വായുടെ അകത്ത് താഴെ കാണുന്ന സബ്മാക്സിലറി ഗ്രന്ഥികൾ, അതായിരിക്കും ചിലപ്പോൾ ബാധിക്കപ്പെടുന്നത്. അതും വിങ്ങിയിട്ട് അവിടെയും കല്ലിപ്പുണ്ടാകാം. വിങ്ങലും കല്ലിപ്പും പിന്നെ സ്ഥിരമായിട്ട് നിൽക്കും. അതാണ് ഇതിൻ്റെ ഒരു സ്വഭാവം. സംടൈംസ് ദ ടോൺസിൽസ് എൻലാർജ് ആൻഡ് ഇൻറേറ്റ്. ചില സമയത്ത് ടോൺസിൽസ് വലുതാകുകയും കല്ലിക്കുകയും ചെയ്യുന്നു. ടോൺസിൽസുമായിട്ട് ബന്ധപ്പെട്ടാണ് പിന്നീട് സർജൻ്റെ ഒരു അനിവാര്യത ചിലപ്പോൾ വരുന്ന കാര്യം പറയുന്നത്. അത് വളരെ ഒരു തരത്തിൽ സങ്കടകരമായൊരു കാര്യമാണ്. ഓൾ ദീസ് ഗ്ലാൻഡ്സ് ഇൻഫ്ലെയിം ആൻഡ് ബിക്കം സെൻസിറ്റീവ് ആൻഡ് ഗെറ്റ് എ ലിറ്റിൽ ലാർജർ. എല്ലാം വീങ്ങുന്നു, അവർ സെൻസിറ്റീവായും ചെയ്യുന്നുണ്ട്. സ്പർശിക്കും, വിശേഷിച്ചും ടോൺസിലൊക്കെ എപ്പോഴും ആഹാരവും പാനീയങ്ങളും ഒക്കെ സ്പർശിക്കുന്ന ഭാഗമാണ്, സെൻസിറ്റീവ് ആയിരിക്കും അവിടെ. ഏത് സാഹചര്യത്തിൽ അതിൻ്റെ ഒരു മൊഡാലിറ്റിയാണ് ഒരു പ്രധാനം, അതിൻ്റെ ഒരു സാഹചര്യമാണ്. ആഫ്റ്റർ എനി എക്സ്പോഷർ ടു കോൾഡ് ആൻഡ് ഫ്രം സഡൻ ചേഞ്ചസ് ഓഫ് ദ വെതർ. തണുപ്പത്തേക്ക് പോയി തണുപ്പടിക്കുന്നതുകൊണ്ടും ദൈനംദിന കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റം കൊണ്ടും. ക്ലൈമാറ്റിക് ചേഞ്ച്, ലോങ് ടൈം ക്ലൈമാറ്റിക് ചേഞ്ച് അല്ല, വെതർ, ഡേ ടു ഡേ ക്ലൈമറ്റ്, അതാണ് വെതർ. ദൈനംദിനമുള്ള കാലാവസ്ഥാ സ്ഥിതിയുടെ മാറ്റങ്ങൾ കൊണ്ടും തണുപ്പടിക്കുന്നതുകൊണ്ടുണ്ട് ഈ ഗ്രന്ഥികൾ ഉണ്ടാകുന്ന വീക്കം, സെൻസിറ്റീവ്നെസ് ഒക്കെയാണ് ബാരിറ്റ കാർബോണിക്കയുടെ ആ ഒരു സേവന മേഖലയിൽ വരുന്നത്. ഇറ്റ്സ് എ വണ്ടർഫുൾ മെഡിസിൻ ഫോർ ദ ക്യൂർ ഓഫ് എൻലാർജ് ഗ്ലാൻഡ്സ്. വീക്കം എന്ന ഗ്രന്ഥികളുടെ സൗഖ്യം കൊടുക്കുന്നതിൽ അത്ഭുതകരമായ ഔഷധമാണത്. ക്ലിനിക്കലി ഇറ്റ് ഈസ് ലേ ഡൗൺ ഇൻ ദ ബുക്സ് ഫോർ സൂപ്പറേഷൻ ഓഫ് ദീസ് ഗ്ലാൻഡ്സ്. എൻ്റെ പലപ്പോഴും മാസ്റ്റേഴ്സിൻ്റെ കൃതികളെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാറുണ്ട്, ഒന്ന് തിരുത്താറുണ്ട്.
അർഹമായ ബഹുമാനവും ആദരവും കൊടുത്തുകൊണ്ട് അദ്ദേഹം തിരുത്തൽ വരുത്താറുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ വളരെ പ്രൊഫൗണ്ടായിട്ടുള്ള, വളരെ അഗാധമായിട്ടുള്ള താത്വികമായ ജ്ഞാനം, സൈദ്ധാന്തികമായ ജ്ഞാനം കൊണ്ടും ദീർഘകാലത്തെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലുമാണ് കെന്നങ്ങനെ പറയുന്നത്. ഇതേപോലെ ഇവിടെ ഗ്രന്ഥികളിലെ പഴുപ്പ് എന്ന് മെറ്റീരിയ മെഡിക്കയുടെ ടെക്സ്റ്റുകളിൽ പറയാറുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. ബട്ട് ഓൾ മൈ ലൈഫ് ഐ ഹാവ് ഫെയിൽ ടു ഫൈൻഡ് ഇറ്റ് എ ഗുഡ് റെമഡി ഫോർ സൂപ്പറേഷൻ. ഈ ഇങ്ങനെ പഴുപ്പിന് നല്ലൊരു ഔഷധം കണ്ടെത്തുന്ന കാര്യത്തിൽ എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ശ്രമിച്ച് പരാജയപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ബാറ്റ കാർബോണിക്ക ടോൺസിൽസിലും ഗ്രന്ഥികളിലൊക്കെ പഴുപ്പിനൊരു ഔഷധമാണെന്ന് പറയുന്നത് മുഖവിലക്കെടുക്കരുതെന്നാണ് എൻ്റെ പറയുന്നത്. ദ ഇൻഫ്ലമേഷൻ ഈസ് മോർ ലൈക്ലി ടു ടേൺ ഇൻ ടു ആൻ ഇൻക്രീസ്ഡ് ഇൻഫിൽട്രേഷൻ. അപ്പോൾ വീക്കം വന്നിട്ട് അതിൻ്റെ എങ്ങനെ പരിണമിക്കാനാണ് കൂടുതൽ സാധ്യത? അതിലേക്ക് കൂടുതൽ അന്യപദാർത്ഥങ്ങളൊക്കെ വന്ന് അടിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെയാണ് ഒരു പെർമനന്റ് ഗ്രോത്ത് എന്നൊക്കെ പറയുന്നത്. അതിനാണ് സാധ്യത, അല്ലാതെ പഴുക്കലുള്ള സാധ്യതയല്ല ഈ ഔഷധത്തിൽ കാണുന്നത്. ഇറ്റ് ഈസ് ലേഡ് ഡൗൺ ഇൻ ദ ബുക്സ് ഹിയർ ഫോർ സൂപ്പറേഷൻ ഓഫ് ദ ടോൺസിൽസ്. ഇപ്പോൾ ടോൺസിൽസിന്റെ പഴുപ്പിനുള്ള ഔഷധമായി മെഡിക്കൽ ടെസ്റ്റിൽ കാണുന്നുണ്ട്. ബട്ട് ഫ്രം ലോങ് എക്സ്പീരിയൻസ് ഇറ്റ് ഈസ് വൺ ഓഫ് ദ ലാസ്റ്റ് റെമഡീസ് ഐ വുഡ് തിങ്ക് ഓഫ് ഫോർ സൂപ്പറേഷൻ ഓഫ് ദ ടോൺസിൽസ്. ടോൺസിൽസിന്റെ പഴുപ്പിനുള്ള ഔഷധങ്ങൾ എന്ന നിലയിൽ ഏറ്റവും അവസാനത്തെ സ്ഥാനം മാത്രമേ ബാറ്റ കാർബോണിക്ക് ഞാൻ കൊടുക്കുകയുള്ളൂ എന്ന് തൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ കെന്റ് പറയുകയാണ്. അപ്പം അതിൽ നമുക്ക് പലതും പഠിക്കാനുണ്ട്. ഇറ്റ് മേ ഹാവ് ഡൺ സോ, അങ്ങനെ സംഭവിച്ചു കാണണം, പഴുപ്പിന് ഇത് കൊണ്ട് ഉപകാരം ഉണ്ടായിരിക്കണം. ബട്ട് ഇറ്റ് ഹാസ് നോട്ട് ബീൻ മൈ ഒബ്സർവേഷൻ. പക്ഷെ എൻ്റെ നിരീക്ഷണം അതുകൊണ്ട് യോജിക്കുന്നില്ല. പഴുത്ത ടോൺസിൽസിനെ സുഖപ്പെടുത്തി കാണണം, നിഷേധിക്കണം. പക്ഷേ തൻ്റെ അനുഭവത്തിൽ അത് കണ്ടിട്ടില്ല എന്ന് ഒരു സാക്ഷ്യം പോലെ പറയുകയാണ്. അപ്പോൾ അത് നമ്മൾ ചിന്തിക്കുക, അതിനെക്കുറിച്ച് മനസ്സിൽ സൂക്ഷിക്കുക. ദാറ്റ് ടോൺസിൽസ് and I am very much in doubt about the great value and high marking of that observation. അപ്പം അങ്ങനെ ഉണ്ടാകാം, അതിന് ചെറിയ മാർക്ക്, ഒരു 3rd ഡിഗ്രി, റിപ്പോർട്ടറിൽ 3rd ഡിഗ്രി കൊടുക്കാം. പക്ഷെ ഒരു ഹൈ ഡിഗ്രി അതിന് കൊടുക്കാൻ പറ്റില്ല എന്ന് കെന്റ് പറയുകയാണ്. ബട്ട് ഇറ്റ് certainly ഹാസ് ഇൻഫിൽട്രേഷനാണ് ഇതിലുള്ളത്. മറ്റു പലതൊക്കെ വന്ന് അടിഞ്ഞിട്ട് ഉണ്ടാകുന്ന, കണ്ണിലൊക്കെ കണ്ടതുപോലെ പൊതുവെ ഇൻഫിൽട്രേഷൻ ഈ ഔഷധത്തിലുണ്ട്. ഗ്രാജുവലി ഇൻക്രീസിങ് ഫ്രം ബിക്കമിങ് കോൾഡ്. അങ്ങനെ വന്നിട്ട് തണുപ്പടിക്കുമ്പോഴൊക്കെ ഇത് വലുതാകും. അതിൻ്റെ അടി കിടക്കുന്ന പ്രശ്നം ഈ ഇൻഫിൽട്രേഷനാണ്. ഓരോ തണുപ്പടിയിലും ഇത് വലുതായിക്കൊണ്ടിരിക്കും. അതാണ് വളരെ സ്പെസിഫിക് ആയിട്ട് ബാറ്റ കാർബോണിക്ക ടോൺസിൽസിൻ്റെ അവസ്ഥ. എല്ലാവരും ടോൺസിൽസ് വിൽ റെഡൻ അപ്പ്. അങ്ങനെ വീർത്തിരിക്കുന്ന ടോൺസിൽസ് അതിന് ചുവപ്പ് നിറമാകും, അതിന് ഇൻഫ്ലെയിം ആൻഡ് ബിക്കം പെയിൻഫുൾ. വീക്കം വന്നിട്ട് വേദന ഉണ്ടാകും. ആൻഡ് ദ അക്യൂട്ട് ഇൻഫ്ലമേഷൻ ആൻഡ് പെയിൻ വിൽ സബ്സൈഡ്. ഈ താൽക്കാലികമായിട്ടുണ്ടാകുന്ന ഈ വീക്കവും വേദനയും ഒക്കെ കുറയും. ബട്ട് the tonsils are a little larger than with the last cold. പക്ഷേ ഈ വേദനയും വീക്കവും കുറയുമ്പോൾ പൂർണ്ണമായിട്ടും പഴയ സ്ഥിതിയിലേക്ക് പോകില്ല, അല്പം ഒന്ന് വലുതായി നിൽക്കും തണുപ്പടിച്ചിട്ട്. ഇനി അടുത്ത തണുപ്പടിക്കുന്ന സീസൺ, നമ്മളിവിടേക്ക് ആണെങ്കിൽ മഞ്ഞുകാലത്തോ മഴക്കാലത്തൊക്കെ, അടുത്ത തണുപ്പടിക്കുന്ന സീസണിലും വീണ്ടും വീങ്ങലുണ്ടായി, പഴുപ്പ് പോലെയൊക്കെ ഉണ്ടായി, ചുവന്നവരൊക്കെ ഉണ്ടായി. അത് കഴിയുമ്പോൾ അത് മാറുമ്പോഴേക്കും വീണ്ടും പഴയതിനേക്കാൾ അല്പം വലുതായിട്ടുണ്ട്. ഓരോ തവണ ഈ വീക്കം കുറയുമ്പോഴും മുൻ സ്ഥിതിയിലേക്ക് അത് പൂർണ്ണമായിട്ടും മടങ്ങിപ്പോവില്ല. അങ്ങനെ ഓരോ തവണ തണുപ്പടിക്കലും ക്രമേണ വലുതായി അവസാനം സ്ഥായിയായിട്ടുള്ള വളരെ പ്രകടമായൊരു വലിപ്പം അതിന് വരുന്നു. ഇൻ ദാറ്റ് വേ ദ ടോൺസിൽസ് കീപ് ഗ്രോയിങ്. അങ്ങനെയാണ് ടോൺസിൽ വളർന്ന് വരുന്നു എന്ന് പറയുന്നത്. ഇൻ ചിൽഡ്രൻ ദീസ് ആർ ഓഫൺ കട്ട് ഔട്ട്. കുട്ടികളിൽ പലപ്പോഴും ഇത് മുറിച്ചു കളയും. ദർ ആർ ഇൻസ്റ്റൻസസ് ഇൻ വിച്ച് ഐ മൈറ്റ് അഡ്മിറ്റ് ഇറ്റ് വാസ് നെസസറി ടു കട്ട് ദം ഓഫ്. മുറിച്ചു കളയാൻ നിർബന്ധിതമാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും, അത് ഞാൻ നിഷേധിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ ദർ ഈസ് എ വണ്ടർഫുൾ സൂപ്പർ അബണ്ടൻസ്. വല്ലാതെ വളർന്നിട്ട് തൊണ്ട അടഞ്ഞു പോകുന്നു, ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല. ക്രിയേറ്റിംഗ് മച്ച് ഡിസ്റ്റർബൻസ് ഇൻ സോളോയിങ് ആൻഡ് ഇൻ സ്പീക്കിംഗ്. ആഹാരം ഇറക്കുന്നതിലും സംസാരിക്കുന്നതിലും വലിയ പ്രശ്നം ഉണ്ടാകുന്നു. സൂപ്പർ അബണ്ടൻസ്, അമിത വളർച്ച ഉണ്ടാകുന്നു. അപ്പോൾ മുറിച്ച് കളയേണ്ടതായിട്ട് വന്നേക്കാം. 2 or 3 times I have absolutely failed to cure with remedies selected to the best of my ability. തൻ്റെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള സിമിലിമം കൊടുത്തിട്ട് പോലും ഈ ടോൺസിൽസിൻ്റെ അമിത വളർച്ചയെ പഴയ സ്ഥിതിയിലാക്കാൻ തനിക്ക് സാധിച്ചില്ല എന്ന് തുറന്ന് സമ്മതിക്കുന്നു. അത്തരം സാഹചര്യങ്ങൾ മനസ്സിൽ കാണണം. നമുക്ക്
കടുംപിടുത്തം പിടിക്കുന്നതിൽ കാര്യമുണ്ടാവില്ല. ബട്ട് ഐ ബിലീവ് ദിസ് ടോൺസിൽസ് ഓട്ട് ടു ബി ഓൾ ക്യൂർഡ്. പക്ഷെ തൻ്റെ വിശ്വാസം എന്താണ്? തിയറട്ടിക്കലി തൻ്റെ വിശ്വാസം എന്താണ്? ഇങ്ങനെയുള്ള ടോൺസിലുകൾ പോലും സുഖപ്പെടുത്തപ്പെടേണ്ടവയാണ്. ഓട്ട് ടു ബി സുഖപ്പെടുത്തപ്പെടേണ്ടവയാണ്. ഹോമിയോപാത്സ് ഹാവ് ആൻ ഒബ്ലിഗേഷൻ ടു ഡു സോ. ഹോമിയോപ്പതി ഹാസ് ആൻ ഇൻഹറന്റ് കേപ്പബിലിറ്റി. പക്ഷെ എന്തുകൊണ്ടോ അവിടെ സാധിക്കുന്നില്ല. തൻ്റെ കഴിവിൻ്റെ പരമാവധി, എന്താ പറയുന്നത്, തൻ്റെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായ ഔഷധം സെലക്ട് ചെയ്തിട്ട് പോലും പല സമയങ്ങളിലും അത് ചുരുങ്ങിപ്പോകുന്നതിൽ സംഭവിച്ചില്ല, പരാജയപ്പെട്ടു പോയി. വൺ തിങ് ഇൻ ഹോമിയോപ്പതി ടോട്ട് ഇൻ ഹനുമാൻസ് ഓർഗൺ, ഹനുമാൻ പറയുന്ന ഓർഗണിൽ പറയുന്ന ബേസിക് ടെസ്റ്റിൽ പറഞ്ഞ കാര്യം, ദാറ്റ് അൺലെസ് ദർ ആർ സിംറ്റംസ് ടു ഇൻഡിക്കേറ്റ് ദ റെമഡി. ഇനി മറ്റൊരു കാര്യം ഇത് വഴിയൊക്കെ എൻ്റെ പറയുകയാണ്. നിങ്ങൾ ടോൺസിലൈറ്റിസിൻ്റെ വീക്കത്തിന് ചികിത്സ എന്ന് പറയുന്ന ഒരു രീതി, അത് എന്ത് കാര്യത്തിലുമാകാം. ഇൻഡിക്കേറ്റ് ദ റെമഡി, ആ പേഷ്യൻറ്റിന് ഒരു ഔഷധം സൂചിപ്പിക്കുന്ന അത്രയ്ക്ക് ലക്ഷണങ്ങൾ, ദർ ആർ സിംറ്റംസ്, അതിന് തക്ക ലക്ഷണ ടോട്ടാലിറ്റി ഒരു ഔഷധത്തെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള വേണ്ടത്ര ലക്ഷണങ്ങൾ ഇല്ലെങ്കിൽ, ഇല്ലെങ്കിൽ നോ ഗ്രീറ്റ് തിങ്സ് ഷുഡ് ബി എക്സ്പെക്റ്റഡ് ഫ്രം ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ റെമഡി. ആ ഔഷധം കൊടുക്കുന്നതുകൊണ്ട് വലിയ കാര്യങ്ങളൊന്നും നടക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഇതും നമ്മൾ ഇത് പറഞ്ഞ പോലെ തങ്കലിപികളിൽ രേഖപ്പെടുത്തി വെക്കേണ്ട കാര്യമാണ്. ഒരു കൂട്ടം ചില സന്ദർഭങ്ങളിൽ ഒഴികെ ഒന്നോ രണ്ടോ ലക്ഷണങ്ങൾ വെച്ചുകൊണ്ട് ഒരു ഔഷധം കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് വലിയ കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട. പിന്നെ റിപ്പീറ്റേഷനൊക്കെ ചെയ്ത് ഹോമിയോപ്പതിക് സപ്രഷൻ ഉണ്ടാക്കി, ഹോമിയോപ്പതി സപ്രഷൻസ് ആർ ദ വേഴ്സ്റ്റ് സപ്രഷൻസ് പറയുന്നുണ്ട്. അങ്ങനെ മോശം സപ്രഷൻസ് ഉണ്ടാക്കി അതിന് മാറ്റം വരുത്താമെന്നല്ലാതെ ഹോമിയോപ്പതിയിലൂടെ പ്രതീക്ഷിക്കപ്പെടുന്ന രോഗശാന്തി, ആ രോഗിക്ക് സമാശ്വാസം അതിന് കിട്ടില്ല. അങ്ങനെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. എല്ലാവർക്കും ദ ടോൺസിൽസ് അലോൺ ഈസ് നോട്ട് എ സിംറ്റം, അത് മാത്രം ലക്ഷണമല്ല. അപ്പോൾ വിത്ത് റെമഡി ക്യാൻ ബി സെലക്ട്, അത് വെച്ചുകൊണ്ട് ഒരു ഔഷധം സെലക്ട് ചെയ്യാൻ പറ്റില്ല. അത് വളരെ റെഡിമെൻ്ററി ആയിട്ടുള്ള കാര്യമാണത്. ആൻഡ് ഇറ്റ് നെസസറീസ് ഗസിങ് എ ഡസൻ ടൈംസ്. അങ്ങനെ വരുമ്പോഴേക്കും എന്ത് പറ്റും, പലതവണ നിങ്ങൾ ഒരു ഡസൻ 12 തവണ അത് ആവർത്തി നിങ്ങൾ ഗസ് ചെയ്യേണ്ടി വരും. അതായിരിക്കുമോ ഇതായിരിക്കുമോ. ഞാനിതൊക്കെ വായിച്ചു തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ ചില അമച്ചർ ഹോമിയോപാത്സ് സൈഡായിട്ട് ഹോമിയോപ്പതി ചെയ്യുന്നവർ, ഞാൻ സാധാരണ പറയാറുള്ള രാമസാറിനെ പോലുള്ള വളരെ സത്യസന്ധതയോട് ചെയ്യുന്ന ആളുകളല്ല, നേരം പോക്കിന് വേണ്ടിയിട്ടോ മറ്റു തൊഴിലുകൾ കൂട്ടത്തിൽ ചെയ്യുന്ന ചില ആളുകളുണ്ട്. അപ്പം അവരോടൊക്കെ ഞാൻ സംസാരിക്കും, അവരുടെ വല്ല പുസ്തകങ്ങളുണ്ടോ എന്നൊക്കെ അറിയാൻ ചെല്ലുന്നതാണ്. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങളൊന്നാണ് ടോൺസിലിന് മരുന്ന്. ടോൺസിലിന് ഇപ്പോൾ കൽക്കേറിയ കൽക്കേറിയ ഫോസും ഫെർമോസും മാറി കൊടുത്തോ, അത് മാറിക്കോളും. വേറെ ചില കാര്യങ്ങൾക്ക് സൾഫറിൻ എക്സോപിക്കും മാറി കൊടുത്തോ, ഇന്ന അസുഖം മാറിക്കോളും. അങ്ങനെയൊക്കെയുള്ള ചില ബെലഡോണ കൊടുത്തോ, പ്രയോണിയ കൊടുക്കും. ഇങ്ങനെയൊക്കെ ചിലത് പറയത്തൊക്കെ ഗസ് വർക്കാണ്, ഊഹാപോഹങ്ങളാണ്. ഊഹാപോഹങ്ങൾക്ക് ഹോമിയോപ്പതിയിൽ സ്ഥാനമില്ല. പിന്നീട് വാസ്തവത്തിൽ അതൊക്കെ എൻ്റെ തരം ഉരകല്ലുകളായിരുന്നു. ഹോമിയോപ്പതിയുടെ പ്രാക്ടീസ് അന്നത്തെ കാലത്ത് 80കളുടെയൊക്കെ ഒരു രണ്ടാം പകുതിയിൽ ആ സമയത്തെ അവസ്ഥയാണ്. ഹോമിയോപ്പതി എത്രത്തോളം സത്യസന്ധമായി പ്രാക്ടീസ് ചെയ്യപ്പെടുന്നു എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങളിൽ ഈ ഗസ് വർക്ക് ധാരാളം കണ്ടിരുന്നു. അത് ഗസ് വർക്കിന് സ്ഥാനമില്ല. ദാറ്റ് ഈസ് ദ വേർസ്റ്റ് സോർട്ട് ഓഫ് പ്രാക്ടീസ്. ഏറ്റവും മോശം തരത്തിലുള്ളൊരു പ്രാക്ടീസാണത്. ഗസ്സിങ് അറ്റ് എ റെമഡി. ഒരു ഔഷധം വെച്ചുകൊണ്ട് നിങ്ങൾ ഊഹിക്കുന്നു, ഇന്ന ഔഷധം ഇന്നതിനാണ്, ബാറ്റ കാർബ് ഇന്നതിനാണ്, ബെലഡോണ ഇന്നതിനാണ്, ഫെറംഫോസ് ഇന്നതിനാണ്. ഇതൊക്കെ ചെയ്തൊരു ഏറ്റവും മോശമായ തരം പ്രാക്ടീസാണ്, ഏറ്റവും തരം താണ തരമാണ്. There are children having enlarged tonsils that appear to us without any symptoms whatever to select a remedy by. എന്നിരുന്നാലും ചില കുട്ടികളുണ്ട് വീക്കം വന്ന ടോൺസിൽസ്, പക്ഷേ അവർക്കൊരു ഔഷധം സെലക്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ വേണ്ടത്ര ലക്ഷണങ്ങൾ കിട്ടുന്നില്ല. പല കാരണങ്ങളുണ്ടാവാം. ടോൺസിലൈറ്റിസ് എന്ന് പറഞ്ഞുകൊണ്ട് മാതാപിതാക്കൾ കൊണ്ടുവരുന്നു. കേസെടുക്കാൻ നോക്കിയിട്ട് ഒരു ഔഷധം സെലക്ട് ചെയ്യാൻ പറ്റാത്ത സിംറ്റംസ് കിട്ടുന്നില്ല. സിംറ്റംസ് ഇല്ലാതെ എന്ത് ചെയ്യും? പിന്നെ ഗസ് വർക്കോ. ദ സിംറ്റംസ് പ്രിസ്ക്രൈബ് ഓൺ ആർ സച്ച് ആസ് റെപ്രസെന്റ് ദ പേഷ്യൻറ്റ്. ആ രോഗിയെ പ്രതിനിധാനം ചെയ്യുന്ന, രോഗിയുടെ പൊതുവസ്ഥ, രോഗിയുടെ കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റി, കോഷിയുടെ ജനറൽ കണ്ടീഷൻ,
അതിനെ പ്രതിനിധീകരിക്കുന്ന ജനറൽ സിംറ്റംസ്, അങ്ങനത്തെ സിംറ്റംസിൻ്റെ മേലല്ലാതെ നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല. നോട്ട് ദ ഗ്ലാൻസ്, ഗ്രന്ഥികളെ വെച്ചല്ല പ്രിസ്ക്രൈബ് ചെയ്യേണ്ടത്. നോട്ട് ദ ചേഞ്ച് ടിഷ്യൂസ്, കോശങ്ങളിൽ വന്ന മാറ്റങ്ങൾ. ഒരു ഗ്രന്ഥിക്ക് വീക്കമുണ്ടായി, വേറെ ഏതെങ്കിലും കോശങ്ങൾ തടിപ്പുണ്ടായി, ക്യാൻസർ, ട്യൂമർ, അങ്ങനെയുള്ള മാറ്റങ്ങൾ വെച്ചുകൊണ്ടല്ല നിങ്ങൾ ഒരു ഔഷധം പ്രിസ്ക്രൈബ് ചെയ്യേണ്ടത്. വി മസ്റ്റ് ഓൾവേസ് റിഗ്രറ്റ് ദാറ്റ് ദ സർജൻ മസ്റ്റ് കം ഇൻ ഫോർ ഇൻ കട്ടിംഗ് ഓഫ് എനിത്തിങ് ഇറ്റ് മേ ബി ഡൺ ടു ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിട്രമെന്റ് ഓഫ് ദ പേഷ്യൻറ്റ്. കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിട്രമെന്റ്, ആ രോഗിയുടെ പൊതുസ്ഥിതിക്ക് ദോഷകരമാം വിധം സർജനെ വിളിപ്പിക്കപ്പെടേണ്ടി വരുന്ന ഇത്തരം സാഹചര്യങ്ങളെ പ്രതി നമ്മൾ കരയണം. എന്ത് ചെയ്യും? ഒരു വിഷമസന്ധി, ഒരു പ്രതിസന്ധി, ഒരു ഡിലമ, ഒരു ടോൺസിൽസ് വിങ്ങിയിരിക്കുന്നു, നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടത്ര സിംറ്റംസ് കിട്ടുന്നില്ല. കെൻഡിനെ പോലുള്ള ആൾക്ക് കിട്ടുന്നില്ല, പിന്നെ മറ്റുള്ളവർക്ക്. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? കുട്ടിക്ക് നേരെപാട്ട് ശ്വാസം കഴിക്കാൻ പറ്റുന്നില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല, ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, സർജനെ വിളിക്കേണ്ടി വരും. ഇത്തരം സാഹചര്യങ്ങൾ, ഒരു കാര്യം പറയുന്നത് ഡിറ്റർമിനൽ ടു കോൺസ്റ്റിറ്റ്യൂഷൻ, ഡിറ്റർമിനൽ ടു ദ പേഷ്യൻറ്റ്. ആ പേഷ്യൻറ്റിന് അയാളുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ കണ്ടീഷന് ദോഷം ചെയ്യും. പക്ഷേ സർജൻ്റെ സേവനം തേടേണ്ടിയും വരുന്നു. എന്തു ചെയ്യും? ചെകുത്താനും കടലിനിടയിൽ എന്നൊക്കെ പറയുന്ന പോലത്തെ അവസ്ഥ ഹോമിയോപ്പതിയിലും വരാം. അപ്പോൾ ഇതിനെയൊക്കെ എങ്ങനെ മറികടക്കാമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ്. കെൻഡ് അന്ന് അങ്ങനെ ഉണ്ടായി. പക്ഷേ ഇന്ന് വ്യത്യസ്തമായ സമീപനങ്ങളും മറ്റുമൊക്കെ കൊണ്ട് ഹോമിയോപ്പതി മാത്രം വെച്ചുകൊണ്ട് സുഖപ്പെടുത്താൻ സാധിക്കുമെന്ന കാര്യം ചിന്തിക്കുക. ശരിക്കും പറഞ്ഞാൽ ഗവേഷണങ്ങൾക്കുള്ള മേഖലകളാണ് ഇതൊക്കെ. യെറ്റ് ദർ ആർ തിങ്സ് ദാറ്റ് ഹാവ് ടു ബി ഡൺ ദാറ്റ് വി നോ ആർ ടു ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിറ്റർമെന്റ് ഓഫ് ദ പേഷ്യൻറ്റ്. എന്നിരുന്നാലും രോഗിയുടെ പൊതു അവസ്ഥയ്ക്ക്, രോഗിയുടെ കോൺസ്റ്റിറ്റ്യൂഷന് ദോഷം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നു എന്നുള്ള അവസ്ഥകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് തുടർന്ന് പറയുന്നൊരു കാര്യമാണ്. വാസ്തവത്തിലൊരു മനുഷ്യത്വത്തിന് വിരുദ്ധമായൊരു കാര്യമാണ് കെൻഡ് പറയുന്നതെന്ന് നമുക്ക് തോന്നിപ്പോവും നമുക്ക്. അന്നത്തെ ഒരു സാഹചര്യം അനുസരിച്ച് വീട്ടിലെ ജോലിക്കാർ, ഏറ്റവും താഴ്ന്ന ശ്രേണിയിലുള്ള കുറഞ്ഞ ശമ്പളം പറ്റുന്ന കഠിനാധ്വാനം ചെയ്യുന്ന ജോലിക്കാർ, അവരോടുള്ള ഒരു പെരുമാറ്റത്തിൻ്റെ ഒരു വിഷയമാണ്. അതിനെ നമ്മൾ വേറെ തരത്തിൽ കാണണം. ഇവിടെ അതൊക്കെ എൻ്റെ പറയുന്നത് ഇതാണ്: വി ഹാവ് ടു കീപ് സർവൻസ് ഓൺ ദെയർ ഫീറ്റ് ടു ഏൺ ദെയർ ലിവിങ്. ജോലിക്കാരെ, സർവൻസ്, വീട്ടുവേലക്കാരെ നമുക്ക് ഇന്ന് വേറെ തരത്തിൽ വ്യാഖ്യാനിക്കാൻ പറ്റും. അവർക്കൊരു ജീവിതമാർഗം അവർക്ക് കിട്ടണമെങ്കിൽ അവര് വിശ്രമമില്ലാതെ ജോലി ചെയ്യേണ്ടി വരും. കീപ് ദെയർ ഓൺ ദെയർ ഫീറ്റ്. അവർക്ക് നിലത്ത് നിൽക്കാൻ നേരമില്ലാതെ ജോലി ചെയ്യേണ്ടി വരും. എന്നാലേ അത്രയ്ക്ക് അണ്ടർപെയ്ഡാണ് അവർ. അന്നത്തെ ആ ഒരു കാലഘട്ടം പറയുകയാണ്. ആ കാലഘട്ടത്തെ അമേരിക്കൻ ആ ഒരു മുതലാളിത്തത്തിൻ്റെയൊക്കെ ഒരു പുഷ്കല കാലഘട്ടം, ആ കാലഘട്ടത്തിലെ അവസ്ഥയാണ്. അതൊക്കെ ഇന്നും തിരിച്ചു വന്നിട്ടുണ്ട്, ആ ഒരു സാഹചര്യം. അപ്പം അങ്ങനെയുള്ള ആൾക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ടായി. അപ്പം അയാൾ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? ആൻഡ് ഓപ്പറേഷൻസ് ഹാവ് ടു ബി പെർഫോംഡ് അപ്പോൺ ദം. അവരുടെ മേൽ ഒരു സർജന്റെ കത്തി വെക്കേണ്ടി വരും. ബിക്കോസ് ഇതിന്റെ കാരണമാണ് പറയുന്നത്, ദേ കനോട്ട് ലൈ അപ്പ് എ ഇയർ ഓർ ടു ടു ബി ക്യൂർഡ്. രോഗശാന്തി പ്രതീക്ഷിച്ച് 1-2 വർഷം അല്ലെങ്കിൽ 6 മാസമോ അല്ലെങ്കിൽ 3 മാസം പോലും മരുന്നും കഴിച്ച് അതിൻ്റെ അഗ്രവേഷനമൊക്കെ താങ്ങി അങ്ങനെ വിശ്രമിച്ചിരിക്കാനുള്ള ഒരു സാഹചര്യം അവർക്കില്ല. അവരുടെ ജീവിതം മുന്നോട്ട് പോകില്ല, അവരുടെ കുടുംബങ്ങൾ പട്ടിണിയിലായി പോകും. എൻ്റെ അന്നത്തെ ഒരു സാഹചര്യത്തിൽ, അമേരിക്കയുടെ സാഹചര്യത്തിൽ പറയുകയാണെങ്കിലും ഇന്ന് നോക്കുക, പലരും ഹോമിയോപ്പതിയെ വിട്ട് അലോപ്പതിയിലേക്ക് പോകുന്നതിൻ്റെ കാരണം എന്താണ്? ഞാൻ ശരിക്കും നിരീക്ഷിക്കുകയും നിരവധി പേരോട് സംസാരിക്കുകയും ചെയ്തിട്ടുള്ള കാര്യമാണത്. ഞാൻ ഒരു ഫിനാൻഷ്യൽ ജേർണലിസ്റ്റായിട്ട് ജോലി ചെയ്ത ഒരാളാണ്. നിരവധി തൊഴിലാളികളുമായിട്ട് മാനേജീരിയൽ ലെവലുള്ള പലരുമായിട്ട് ഇൻ്റർവ്യൂ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അവരോടൊന്നും തുറന്നേ പറയില്ല. പക്ഷേ ഒരു ജോലിക്കാരൻ, ഒരു ദിവസവേതനക്കാരനോ അല്ലെങ്കിൽ ജോലി സ്ഥിരതയില്ലാത്ത ഒരാൾ, അയാൾ ഒരാഴ്ച ഒരു അസുഖം പറഞ്ഞ് ഒരാഴ്ച അല്ലെങ്കിൽ 5 ദിവസം വരാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങളെങ്ങനെ നേരിടും? ഞാൻ വെറുതെ സാന്ദർഭികമായിട്ടൊരു ഇൻ്റർവ്യൂ കഴിഞ്ഞൊരു സ്മോൾ ടോക്ക്, ഒരു പേഴ്സണൽ ടോക്ക് വരുമ്പോൾ വെറുതെ ഞാൻ ബോധപൂർവ്വം ചോദിക്കാറുണ്ടായിരുന്ന ചോദ്യങ്ങളത്.
പലർക്കും ജോലി പോകും. പലരും ഹോമിയോപ്പതിയിലേക്ക് പോകാതെ അലോപ്പതിയിലേക്ക് പോകാനുള്ള കാരണം ഇതാണ്. അവരുടെ ജോലിയെ സംരക്ഷിച്ചുകൊണ്ട് അവർക്ക് ഹോമിയോപ്പതി പ്രാക്ടീസ് ചെയ്യാൻ പലപ്പോഴും പറ്റാതെ വരും. പല സാഹചര്യങ്ങളും ഇന്നും പലപ്പോഴും നിസ്സാര ജോലി കൂലിക്ക് 200-300 രൂപ ദിവസ കൂലിക്ക് 10-12 മണിക്കൂർ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അവർക്കൊരു പനി വന്നിട്ട് ഒരു ഹോമിയോപ്പതി ഔഷധം കഴിച്ച് 2 ദിവസം വിശ്രമിക്കുമെന്ന് പറഞ്ഞാൽ പോലും അവർക്ക് ചിലപ്പോൾ പ്രയാസമായിരിക്കും. അവർ ഡോളോയും കഴിച്ച് അവർ ജോലിക്ക് പോകും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഔഷധം കഴിച്ച് അവർ ജോലിക്ക് പോകും. അത് ജോലിയുടെ സമ്മർദ്ദം, ജോലിയുടെ സാഹചര്യമാണ്. കെൻറ്റ് പറഞ്ഞൊരു അവസ്ഥ അത് മറ്റൊരു തരത്തിൽ ഇന്നുമുണ്ട്. അപ്പോൾ അതിനെ നിങ്ങളെങ്ങനെ നേരിടണം? ഹോമിയോപ്പതിയെ പരമാവധി സത്യസന്ധമായിട്ട് പിന്തുടർന്നുകൊണ്ട് നിങ്ങൾ മുന്നിൽ വരുന്ന രോഗിക്ക് പരമാവധി വേഗതയിൽ ഒരു രോഗശാന്തി കൊടുക്കാൻ സാധിക്കണം. കഴിവതും നിങ്ങൾ ആദ്യം കൊടുക്കുന്ന ആ ഒരു പ്രിസ്ക്രിപ്ഷൻ തന്നെ തെറ്റാതെ ഒരു രോഗശമനം കൊടുക്കാൻ 2 ദിവസം 3 ദിവസം ഏറി വന്നാൽ വിശ്രമിച്ചിട്ട് ജോലിയിലേക്ക് തുറന്നു പോകാൻ അക്യൂട്ട് കണ്ടീഷൻസിൽ ആ തരത്തിൽ സാധിക്കണം. അതിലൊരു ഫെയിലിയർ വരരുത്. ആ തരത്തിൽ നിങ്ങളുടെ അറിവിനെയും നിങ്ങളുടെ അനുഭവത്തെയും നിങ്ങൾ അങ്ങനെ പരുവപ്പെടുത്തുക. അല്ലെങ്കിൽ കെൻറ്റ് പറഞ്ഞ ആ ഒരു പ്രശ്നം ഹോമിയോപ്പതി പ്രാക്ടീസിന് തന്നെ വളരെ ഭീഷണിയായിട്ട് വന്നിട്ടുണ്ട്. അത് ഇനിയും വർദ്ധിക്കാൻ മാത്രമേയുള്ള സാഹചര്യമേ ഞാൻ കാണുന്നുള്ളൂ. ദ സർജൻ വിൽ ഓൾവേസ് ഹാവ് എ പ്ലേസ് വിത്ത് അസ്. സർജൻ നമ്മുടെ ഇടയിൽ ഒരു സ്ഥാനമുണ്ട്. ബട്ട് ലെറ്റ് us ഡു അവർ പാർട്ട് ആസ് ഫിസിഷ്യൻസ് ഫസ്റ്റ്. പക്ഷെ ആദ്യം ഫിസിഷ്യൻസ് എന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ആദ്യം ചെയ്യണം. അതാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ കാര്യം. നിങ്ങളുടെ മുന്നിൽ വരുന്ന ഒരു രോഗിക്ക് സർജിക്കൽ കണ്ടീഷൻ വിടുക, ടോൺസിൽസിൻ്റെയും മറ്റൊക്കെ പ്രശ്നങ്ങൾ വിടുക, ഒരു പനിയുമായിട്ട് വയറിളക്കമായിട്ട് തലവേദനയായിട്ട് നടുവേദനയായിട്ട് വരുന്നൊരു രോഗി, ഒരു ദിവസക്കൂലിക്കാരൻ, അല്ലെങ്കിൽ ചെറിയ മാസശമ്പളത്തിന് ജോലി ചെയ്യുന്ന ആളുകൾ, കടകളിലും മറ്റുമൊക്കെ ജോലി ചെയ്യുന്നവർ, വഴിയോര കച്ചവടത്തിന് പോകുന്നവർ, കൂലിപ്പണിക്ക് പോകുന്നവർ, അവരെയൊക്കെ വന്നു കഴിഞ്ഞാൽ അവരുടെ തൊഴിൽ ദിനങ്ങൾ അധികം നഷ്ടപ്പെടുത്താതെ അവർക്ക് ഒരു രോഗശാന്തി കൊടുത്ത് ഹോമിയോപ്പതിയിൽ അവരെ നിലനിർത്തുക, ഹോമിയോപ്പതിയിൽ അവർക്കുള്ള വിശ്വാസത്തെ വളർത്തുക എന്നുള്ള വലിയൊരു കടമ. അതാണ് കെൻറ്റ് പറയുന്ന അവർ ഡ്യൂട്ടി ഫസ്റ്റിൻ്റെ ഇന്നത്തെ കാലത്തുള്ള വ്യാഖ്യാനമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അപ്പം അത് നിർവഹിക്കാനുള്ള പ്രാപ്തി നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഈ കെൻറ്റിൻ്റെ ഈ പുസ്തകം പോലുള്ള ഗ്രന്ഥങ്ങൾ നിങ്ങളതിന് സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നു. നമുക്ക് തുടർന്ന ഭാഗങ്ങൾ അടുത്ത എപ്പിസോഡുകൾ കേൾക്കാം. വളരെ വിലപ്പെട്ടൊരു ഔഷധമാണ് പാറ്റ കാർബോണിക്ക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.